ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അളവും പരിമിതികളും ഒന്നുമില്ലാതെ ദൈവാത്മാവിൻ്റെ ശക്തി നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പല ആളുകൾക്കും അത് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും അവകാശമാണ്. വിജയകരമായിട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് അളവില്ലാത്ത ആത്മാവിൻ്റെ ശക്തി അനുഭവിക്കണം. ഇത് ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ നിറത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ദൈവം വേർതിരിച്ചു വച്ചിട്ടുള്ള ഒന്നല്ല. പുതിയ നിയമ വിശ്വാസികളായ ഓരോരുത്തർക്കും ഇത് അവകാശപ്പെട്ടതാണ്. ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു തിരുവചന സന്ദേശത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഈ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരികയും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദൈവജന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ പുറപ്പെടും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്കറിയാമല്ലോ ആ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ ആണ്. ജീവജലത്തിൻ്റെ നദികൾ എന്ന് പറയുന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നദി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? നദി എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്നതല്ല, അത് ഒഴുകുന്നതാണ്. നദിയിലെ വെള്ളം നമുക്ക് അളക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഒരു കുളത്തിലെ വെള്ളം വേണമെങ്കിൽ നമുക്ക് അളക്കാം. പക്ഷെ നദിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിന് അളവില്ല. ശരിക്കും ദൈവം നമുക്ക് നൽകിത്തരുന്ന ദൈവാത്മാവിൻ്റെ ശക്തിയാകട്ടെ, ദൈവിക അനുഗ്രഹങ്ങളാകട്ടെ, ദൈവത്തിൻ്റെ കരുതലാകട്ടെ, ഇതിനൊന്നും ദൈവം അളവും പരിധികളും പരിമിതികളും വെച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആത്മാവിനെ അളവ് കൂടാതെ കൊടുക്കുന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ശരിക്കും നമ്മളിതിനെക്കുറിച്ചൊന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കേണ്ടത്. ഒന്ന്, നമ്മിൽ നിന്ന് ഇത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെങ്കിൽ ഒന്നാമത് നമ്മുടെ ഉള്ളിലേക്ക് ഇത് പകരപ്പെടണം. ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത് തന്നെ ഇത് പകരുന്ന ആത്മാവാണ്, കൈമാറുന്ന ആത്മാവാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് നിൻ്റെ മേൽ ഞാൻ പകർന്ന ആത്മാവ്, നിൻ്റെ വായിൽ ഞാൻ തന്ന വചനങ്ങൾ നിൻ്റെ സന്തതിയുടെ മേൽ നിന്നും സന്തതിയുടെ മേൽ നിന്നും നീങ്ങിപ്പോകില്ല എന്നൊക്കെ പറയുമ്പം ഇത് ശരിക്കും ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരപ്പെടുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദൈവം ഇതിന് അളവ് വെച്ചിട്ടില്ല, നമ്മളാണ് അളവ് വെച്ചിട്ടുള്ളത്. നമുക്കറിയാമല്ലോ, ഈ ചെയ്തതിനും കൊടുത്തതിനും ഒക്കെ കണക്കുകൾ, അളവുകളൊക്കെ ആളുകൾ പറയുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവ് ഇതിന് അളവ് വെച്ചിട്ടില്ല. നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് പോകാം. എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ഈ ഇത്ര വലിയ ദൈവാത്മ ശക്തിയെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ടാണ് യേശു ഈ കാര്യം വിളിച്ചു പറയുന്നത്. അതായത് യഹൂദന്മാരുടെ ഫീസ്റ്റ് ഓഫ് ടാബർനാക്കിൾ എന്ന് പറയുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം. ആ ഉത്സവത്തിൽ 7 പ്രാവശ്യത്തോളം ശീലോഹാം കുളത്തിലെ വെള്ളം എടുത്തുകൊണ്ട് ഈ യാഗപീഠത്തിലൊക്കെ തളിക്കുന്ന രംഗങ്ങൾ യഹൂദന്മാരായ ആളുകൾക്കറിയാം. അപ്പം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രധാനപ്പെട്ട ദിവസത്തിലേക്ക് വന്നപ്പം ഈ തളി കണ്ടുകൊണ്ടിരുന്ന ആളുകളോട് യേശു പറഞ്ഞതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നുള്ളതാണ്. ഇത് ഒഴുകാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടുന്നത്, അല്ലെങ്കിൽ ഇതിനെ പ്രാപിപ്പാനായിട്ട് ലഭിപ്പാനായിട്ട് നമ്മൾ എന്താണ് ജീവിതത്തിനകത്ത് ചെയ്യേണ്ടുന്നത്? ഈ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട് വെള്ളം, കാറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ കാണുന്നത് ആകാശത്തു നിന്ന് കൊടിയൊരു കാറ്റ് അടിക്കുന്നത് പോലെ ഒരു മുഴക്കമൊക്കെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അളവ്, അല്ലെങ്കിൽ ഈ ആത്മശക്തിയുടെ ഒരു അളവിനെ അളക്കാൻ തക്കവണ്ണം ആർക്കും കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. അതിന് നമ്മൾ ചെയ്യേണ്ടുന്ന
3 കാര്യങ്ങളെക്കുറിച്ച് അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. ഒന്ന്, കർത്താവ് പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തേത്, ദാഹിക്കുന്ന ഏവനും വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു ദാഹം അതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്നുള്ളതാണ്. ഈ ദൈവാത്മശക്തിക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് കാത്തിരുന്നിട്ട് അത് കിട്ടി വളരെ വലിയ ഉണർവുകൾ നടന്നിട്ടുള്ള സംഭവ ചരിത്രങ്ങൾ ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലുണ്ട്. ചാൾസ് വിന്നി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ദീർഘനാളുകൾ ആത്മശക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് ദാഹിച്ചൊടുവിൽ അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുമെന്നുള്ള നിലയിൽ ദൈവത്തോട് കരഞ്ഞ് ക്ഷമാപണം നടത്തി ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് ഒടുവിൽ തൻ്റെ പുസ്തകത്തിലൊക്കെ എഴുതിയിരിക്കുന്നത്, നീ എൻ്റെ സന്നിധിയിൽ താഴണം എന്ന് പറഞ്ഞ് ദൈവം ഇടപെട്ട ചില ഇടപെടലുകളും അദ്ദേഹത്തിന് ദീർഘനാളുകളിലെ കാത്തിരിപ്പിനൊടുവിൽ അദ്ദേഹത്തിന് ആ ഒരു ആത്മശക്തി കിട്ടിയപ്പോൾ പിന്നീട് അദ്ദേഹം നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പോലും ആളുകൾക്ക് പാപബോധമുണ്ടായി വലിയ ഉണർവിലേക്ക് അനേകർ നടത്തപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇത് ഇന്നത്തെ കാലത്തും അത് സാധ്യമാണ് എന്നുള്ളതാണ്. നമ്മളാണ് ഇതിനൊക്കെ അതിരും ഈ പരിമിതികളും ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കുക. അപ്പം ഒന്നാമത്തേത്, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ദാഹമാണ്. ദാഹം, ഈ ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ളൊരു ദാഹം ഒരു പ്രാവശ്യമല്ല, വേദപുസ്തകത്തിൽ 1-ലധികം പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളോട് പറയാം. പ്രത്യേകിച്ച് ഇപ്പം കേരളത്തിൽ വേനൽക്കാലമാണ്. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കടുത്ത വേനലിൻ്റെ സമയത്ത് ഈ ദാഹം എന്ന് പറയുന്നത് എത്ര ഭയങ്കരമാണെന്ന് നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാതെ എത്രയോ ദിവസങ്ങൾ, കുറച്ചധികം ദിവസങ്ങൾ ജീവിക്കാം. പക്ഷെ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ചില മണിക്കൂറുകൾക്കുള്ളിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡായി നമ്മുടെ ശരീരം തളർന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമില്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനായിട്ടുള്ള വിശപ്പ് തന്നെ. അപ്പം ദൈവവചനത്തെ ആർത്തിയോടെ കഴിക്കുന്ന ഒരു ഭക്ഷണം എന്നുള്ള നിലയിൽ താരതമ്യം ചെയ്തിട്ടുണ്ട്. അതായത് ദൈവവചനം കേൾക്കുവാൻ വിശപ്പും ആത്മാവിനെ പ്രാപിപ്പാൻ ഒരു വ്യക്തിക്ക് ദാഹവും ഉണ്ടാകണം. അപ്പോൾ വിശപ്പാണോ ദാഹമാണോ ഏറ്റവും വലുതെന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഒരു പുതിയ നിയമവിശ്വാസിയിൽ ആത്മാവിനെ അനുഭവിപ്പാനുള്ള ഒരു ദാഹം ആ വ്യക്തിയിൽ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അരികിൽ വരട്ടെ. അതായത് സത്യത്തിൽ ദൈവാത്മശക്തി എന്ന് പറയുന്നത് സൗജന്യമാണെങ്കിലും ഇത് അനുഭവിക്കേണ്ടുന്ന വ്യക്തിയിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ആ വ്യക്തിക്ക് ഒരു ദാഹമുണ്ടാകണം, ആവശ്യബോധമുണ്ടാകണം. എനിക്കിത് വേണം എന്നുള്ള ഒരു ആഴമായ വാഞ്ചയും ആഗ്രഹവും ഉണ്ടാകണം. വേണമെങ്കിൽ കിട്ടിക്കോട്ടെ, തരാൻ മനസ്സുണ്ടെങ്കിൽ തന്നോട്ടെ എന്നൊന്നും പറഞ്ഞ് ഉദാസീനരായി ലാഘവത്തോടെ മുന്നോട്ട് പോകുന്നതിലല്ല, നമുക്കൊരുമിച്ച് ഈ നാളുകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിൻ്റെ അത്യന്തമായ ശക്തി ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്തത് അതിൻ്റെ പൂർണ്ണമായ ഒരളവിൽ അനുഭവിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകി തരണമേ എന്നുള്ളതാണ്. അപ്പം ആ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ദാഹം, അതായത് ഒരു തേഴ്സ്റ്റ്, ഒരു ദാഹം ആ ഒരു വ്യക്തിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമുക്കൊരാഗ്രഹം ഉണ്ടാകണം, നമുക്കൊരു താല്പര്യം ഉണ്ടാകണം, നമുക്കിത് പ്രാപിപ്പാൻ, ഇതിനെ അനുഭവിപ്പാനുള്ള ഒരു തീഷ്ണത നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഇതിന് ഒട്ടനവധി തെളിവുകൾ വേദപുസ്തകത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ ശമരിയക്കാരത്തി സ്ത്രീയോട് യേശു പറഞ്ഞത് എന്താ? നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുമായിരുന്നു, അവൻ നിനക്ക് ഈ ഒരു ജീവൻ്റെ വെള്ളം അല്ലെങ്കിൽ ജീവജലത്തിൻ്റെ ഉറവ് നിനക്ക് തുറന്നു തരുമായിരുന്നെന്ന്. അതായത് നീ അറിഞ്ഞു ചോദിക്കുമ്പോൾ നിനക്കത് കിട്ടും എന്നുള്ളതാണ്. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. ഇത് സൗജന്യമായിട്ട് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ തന്നെയും ഇത്
അറിഞ്ഞ് ചോദിക്കണം. അതായത് ആവശ്യബോധം ഒരു വ്യക്തിയിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഇതിന് അവകാശപ്പെട്ടവരാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ബോധമില്ലാതെ, ഇതിനെക്കുറിച്ച് താല്പര്യമില്ലാതെ നമ്മൾ പലപ്പോഴും നമ്മുടേതായ വഴികളിൽ യാത്ര ചെയ്യുമ്പോൾ ദൈവാത്മശക്തി ജീവിതത്തിലോ ശുശ്രൂഷകളിലോ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയാതെ പോവുകയാണ്. നമുക്കൊരു വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോവുകയാണ്. നമ്മൾ പല വിഷയങ്ങളിലും ഭാരപ്പെട്ട് പരിശുദ്ധാത്മ ശക്തിയോ സാന്നിധ്യമോ ഒന്നുമില്ലാതെ നമുക്ക് മുന്നേറാൻ കഴിയാതെ നമ്മളൊരു സ്റ്റക്കായി തീർന്ന അവസ്ഥയിൽ നമ്മൾ പല സമയങ്ങളിലുമായി പോവുകയാണ്. സന്തോഷകരമെന്ന് പറയട്ടെ, നമ്മുടെ ഈ ദൈവജന ശുശ്രൂഷകളിൽ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങളിലേക്ക് പകർന്നു തരുന്നു എന്നുള്ളതല്ല. നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ ദിവസങ്ങളിലായിരിക്കുകയും ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത് നമ്മൾ പരസ്പരം പങ്കുവെക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു നിലയിലാണ് ഞാനും ഇതിനെ കാണുന്നത്. ധാരാളം ദൈവദാസന്മാർ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളും ദൈവവചനവും ഒക്കെ കേട്ടിട്ട് എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേർക്ക് ആത്മീക വർധനവും, ഒരുപാട് പേർക്ക് പരിശുദ്ധാത്മ ശക്തി അനുഭവിക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും തക്കവണ്ണം അവരെ ഈ ഒരു വചന ശുശ്രൂഷയിലൂടെ അവർക്ക് പ്രാപ്തമാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംസാരിക്കുന്നതും ദൈവാത്മാവ് തന്നെയാണ്. കാരണം ഇത് സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ഇടപെടലുകളുമൊക്കെ ഈ ദിവസങ്ങളിൽ ശക്തമായി മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊന്നും പരസ്പരം കണ്ടിട്ടില്ലെങ്കിലും ഈ കേൾക്കുന്ന കേൾവിയിലൂടെ വ്യാപരിക്കുന്നൊരു ദൈവാത്മാവിൻ്റെ ശക്തിയുണ്ട്. അത് തീർച്ചയായിട്ടും വലിയ രൂപാന്തരത്തിലേക്ക് നമ്മളെ നടത്തും. കർത്താവ് ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞത് ഇത് തന്നിൽ, ഈ ജീവജലത്തിൻ്റെ നദിയെക്കുറിച്ച് പറയുന്നത് ഇത് തന്നിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാൻ പോകുന്ന ആത്മാവിനെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായകയാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണവും അനന്തരമായിട്ടുള്ള ഉയർപ്പും തൻ്റെ തേജസ്കരണവും പിതാവിൻ്റെ സന്നിധിയിലേക്ക് താൻ കരകയറിപ്പോയതിന് ശേഷം ആ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, ദൈവത്തിൻ്റെ സ്തോത്രം, ആത്മാവിനെ വാങ്ങി നമുക്ക് നൽകി തന്ന ആ ഒരു കാലഘട്ടം. അപ്പോൾ തൻ്റെ ഐഹിക ശുശ്രൂഷ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ആത്മാവ് അതുവരെയും വന്നിട്ടില്ലായിരുന്നു. നമുക്കറിയാം, കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ്, ഞാൻ പിതാവിനോട് ചോദിക്കും, നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവെന്ന് പറയുന്ന കാര്യസ്ഥനെ നിങ്ങളിലേക്ക് അയക്കും എന്ന് പറയുന്നു. അത് പെന്തക്കോസ്ത് നാളിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇനിയും വരാനായിട്ടുള്ള ഒരു കാത്തിരിപ്പല്ല, ഇതിനെ അനുഭവിപ്പാനായിട്ടുള്ള ഒരു സമർപ്പണവും അതിനുള്ള ഒരു തിരിച്ചറിവും ആഴമായ ഒരു ദാഹവും ഒരു വിശുദ്ധ ജീവിതവും നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതേ ദാഹത്തെക്കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദാഹിക്കുന്ന ഏവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ സൗജന്യമായി ജീവജലം കുടിക്കട്ടെ എന്നുള്ളതാണ്. അപ്പം അവിടെയും ദാഹിക്കുക, ഇച്ഛിക്കുക എന്നുള്ള ഒരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിലായല്ലോ, ആത്മശക്തി അനുഭവിപ്പാൻ നമുക്കൊരു ദാഹം ഉണ്ടാകണം, നമുക്കൊരു താല്പര്യം ഉണ്ടാകണം, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സമർപ്പണം നമുക്കൊന്നുകൂടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. അതിനായിട്ട് ഈ ദിവസങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തേത്. രണ്ടാമത്തേത്, കർത്താവ് പറഞ്ഞൊരു കാര്യം, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനിരുന്ന ആത്മാവിനെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ദൈവാത്മാവിനെ ഒരു വ്യക്തിക്ക് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത്. ഞാൻ പറഞ്ഞു, ഇത് ജീവജലത്തിൻ്റെ നദി എന്നാണ് യേശു ഇതിനെ വിശേഷിപ്പിച്ചത്. വേദപുസ്തകത്തിൽ 2-3 ഭാഗങ്ങളിൽ നമ്മൾ നദിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ആലയത്തിൻ്റെ ദൈവ കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു നദിയെക്കുറിച്ച് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഒരു നദി. രണ്ടാമത്തേത്, പ്രവാചകനായ യഹസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യഹസ്കേൽ 47-ൽ
ആലയത്തിൻ്റെ വലതുവശത്ത്, യാഗപീഠത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആലയത്തിൻ്റെ കീഴിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നൊരു നദി. ആ നദി ചെല്ലുന്നിടത്തെല്ലാം വെള്ളം പഥ്യമായി തീരുന്നു, ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകുന്നു. എന്താ പറയുന്നത്, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു വലിയ നദിയായി ഇത് ഒഴുകുന്നു എന്നുള്ള 2 ഭാഗങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ വെളിപ്പാട് പുസ്തകം 22 നമ്മൾ കണ്ടത് കുഞ്ഞാടിൻ്റെയും ദൈവത്തിൻ്റെയും സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്നാണ് ഈ ഒരു നദി പോകുന്നത് നമ്മൾ കാണുന്നത്. അവിടെയും രോഗശാന്തിയുണ്ട്, വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണ്. അതായത് ആത്മീക അർത്ഥത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് യേശു ക്രിസ്തു സിംഹാസനസ്ഥനായി ഉണ്ടാകണം എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമസ്ത നിയന്ത്രണവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൈകളിൽ ആകണം എന്നുള്ളതാണ്. വെറുതെ വിശ്വസിച്ചു എന്നുള്ള ഒരു പദം മാത്രം പറഞ്ഞാൽ വിശ്വസിക്കാത്തവരായിട്ട് ആരാണുള്ളത്? ഇല്ലേ? നമ്മൾ അക്രൈസ്തവരായ ആളുകളോട് പോലും നമ്മൾ സുവിശേഷം പറയുമ്പം അവർ പോലും പറയും ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പം ഈ ചില ബസ്സിലൊക്കെ നമ്മൾ പോയാൽ എല്ലാ തരത്തിലുള്ള ആളുകളുടെ ഫോട്ടോകളും നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഈ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകൾക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടല്ല. പല ദൈവങ്ങളിൽ അല്ലെങ്കിൽ പല ഇടങ്ങളിലെ ഒന്നായി അവർ കർത്താവിനെ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും ഒഴുകുന്ന ജീവജല നദി ഉണ്ടാകില്ല. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ സമ്പൂർണമായ നിയന്ത്രണവും ജീവിതത്തിൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ കൈകളിലായിരിക്കണം. അതാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഒരു സമ്പൂർണമായ ഒരു സമർപ്പണം, സമ്പൂർണമായ ഒരു വിധേയത്വം ഈ ഒരു കാര്യത്തിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സമർപ്പണത്തെ ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കാം. ദൈവത്തിന് സ്തോത്രം. ചില ആളുകൾ പെട്ടെന്ന് ദൈവാത്മശക്തി ചില മേഖലകളിൽ അനുഭവിക്കുന്നവർക്ക് കാണാനായിട്ട് പറ്റും. ചിലർ കുറേ കാലം അതിന് പിന്നീട് അവർക്ക് സമയമെടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചിലർ ദൈവത്തോട് വളരെ തുറന്ന മനസ്സിൽ മുൻവിധികളൊന്നുമില്ലാതെ കർത്താവ് എന്തു പറഞ്ഞാലും അത് കേൾക്കാൻ തട്ടിപ്പുകളും ഉടായ്പുകളും ഹൃദയത്തിൻ്റെ അകത്ത് കാപട്യങ്ങളും കപടതകളും ഒന്നുമില്ലാതെ മനസ്സ് തുറന്ന് ദൈവത്തെ സ്നേഹിക്കുന്നവർ, അവരിൽ പെട്ടെന്ന് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് പറ്റും. പക്ഷേ ചിലർ അങ്ങനെയല്ല. കാരണം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നവൻ ദൈവമാണ്. അപ്പം നമ്മിൽ നിന്ന് ഇതുവരെയും കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിരാശപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ സമർപ്പണം നമ്മൾ ഒന്നുകൂടെ ഒന്ന് പുതുക്കാനും സമർപ്പിക്കുവാനും, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, നദിയാണിത്. ഒരു തോടായിട്ടോ എന്താ പറയുന്നത്, ഒരു ബക്കറ്റിലെ വെള്ളമായിട്ടോ ഒരു കുളത്തിലെ വെള്ളമായിട്ടോ ഒന്നും ഇതിനെ ഉപമിക്കാത്തത്. ഇത് പമ്പാ നദിയോ അല്ലെങ്കിൽ ഭാരതപ്പുഴയോ അങ്ങനെ നദികളായിട്ട് നിങ്ങൾ ഇതിനെ കമ്പയർ ചെയ്യരുത്. അതായത് ഇത് പരിധികളില്ലാത്തതും അളവുകളില്ലാത്തതും ഒരു മനുഷ്യനെ കൊണ്ടും നിയന്ത്രിക്കുവാൻ കഴിയാത്തതുമാണ് ദൈവാത്മാവിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പം അതാണ്. 2, ഇത് ഒരു വ്യക്തിയിലേക്ക് പകരപ്പെട്ടാൽ ഇത് ആ വ്യക്തിയിൽ തന്നെ ഇത് നിലകൊള്ളില്ല. കാരണം ഇത് നദി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഒഴുകുന്നതാണ്, അല്ലേ? ഞാൻ നദിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. നദി എല്ലായ്പ്പോഴും ഒഴുകുന്നതാണ്. നദിക്ക് ഒരിക്കലും ഒന്നും അതിൻ്റെ മുമ്പിൽ തടസ്സമാകില്ല. അതായത് കല്ലുകളോ മരക്കാലുകളോ കുറ്റികളോ ഒന്നും നദിക്ക് തടസ്സമല്ല. വലിയ കല്ലുകൾ നദിയുടെ പ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ നദി മറ്റൊരു വഴിയിലൂടെ വഴിമാറി ഒഴുകും. അതായത് തടസ്സങ്ങൾ അതിന് പ്രശ്നമല്ല. തടസ്സങ്ങളെ അത് അവഗണിച്ചുകൊണ്ട് നിസാരമായി കണ്ടുകൊണ്ട് നദി അതിൻ്റെ ഒഴുക്ക് തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതുപോലെ പരിശുദ്ധാത്മ ശക്തി ഒരു വ്യക്തിയിലേക്ക് വന്നാൽ എന്ത് തടസ്സങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിലും പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ തടസ്സങ്ങളെ തരണം ചെയ്തുകൊണ്ട് നദി ഒഴുകുന്നത് പോലെ ആ വ്യക്തി ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടും, വിജയകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. സെരുബാബേലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ നീ ആർ, സൈന്യത്താലല്ല ശക്തിയാലല്ല എൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ തന്നെ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ അകത്തെ തടസ്സങ്ങളെയും മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥകളെയും, അത് പൈശാചിക മേഖലകളാകട്ടെ, ഇരുളിൻ്റെ ശക്തികളാകട്ടെ,
പിടിച്ചു വച്ചിരിക്കുന്ന തടസ്സങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള പ്രതിസന്ധികളാകട്ടെ, യഥാർത്ഥമായി ദൈവാത്മശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഈ തടസ്സങ്ങളെ കാണാതെ വണ്ണം അതിൻ്റെ മുകളിലൂടെ ഈ ദൈവശക്തി നമ്മളെ ഒഴുക്കിക്കൊണ്ട് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ ഒരാത്മാവിൻ്റെ വലിയൊരു ഇടപെടലുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ട് തന്നെ ദൈവാത്മാവിൽ ഈ എൻ്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ ശക്തി അളവ് കൂടാതെ ആത്മാവിനെ കൊടുക്കുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഒന്നിനും അളവ് വെച്ചിട്ടില്ല. മനുഷ്യനാണ് അളവ് വെച്ചിട്ടുള്ളത്. അവിടുത്തെ സ്നേഹം അളവില്ലാത്തതാണ്, അവിടുത്തെ കരുണ അളവില്ലാത്തതാണ്, അല്ലേ? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുതലുമെല്ലാം. അവിടുത്തെ വിശ്വസ്തത അളവില്ലാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനേറെ പറയുന്നു, പിന്മാറിയൊരു വേളകളിൽ പോയാൽ പോലും അവരെ പിന്നെയും മടക്കിക്കൊണ്ടു വരുത്തുവാനായിട്ട് ദൈവസ്നേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ അവഗണിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവും ഒഴുകുന്ന നദിയാണ്. ദൈവസിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന് ആ നദി ഒഴുകുന്നത് പോലെ ഹൃദയത്തിൻ്റെ അകത്ത് യേശുവിനെ രക്ഷകനും കർത്താവുമായി നമുക്ക് സിംഹാസനത്തിലിരുത്താം. നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ നിയന്ത്രണം നമുക്ക് അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന്, ആ സിംഹാസനത്തിൻ്റെ കീഴിൽ നിന്ന്, ആ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്ന് അത് ഒഴുകുന്നത് പോലെ നമ്മുടെ അന്തരാത്മാവിൽ നിന്ന്, നമ്മുടെ അകത്തെ മനുഷ്യനിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഒഴുകട്ടെ. അതായത് നമ്മളിലൂടെ അനേകർ രൂപാന്തരപ്പെടട്ടെ, അനേകർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയട്ടെ. ഒരൊറ്റ ആത്മീക ദൂതൂടെ ഇതിൻ്റെ അകത്ത് പറയാതെ എനിക്ക് നിർത്താനായിട്ട് പറ്റില്ല. അതായത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്നുള്ളതാണ്. അതായത് ഇത് രണ്ട് സൈഡിലേക്ക് സംഭവിക്കുകയാണ്. ഒന്ന്, വിശ്വസിക്കുന്നവനിലേക്ക് ഇത് പകരപ്പെടുന്നു, ആ വ്യക്തിയിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുന്നു. അതായത് കർത്താവിൻ്റെ കൃപ നമ്മളിൽ പകർന്നാൽ നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മൾ ദൈവസ്നേഹം അനുഭവിക്കുമെന്ന് മാത്രമല്ല, നമ്മളിലൂടെ മറ്റുള്ളവരിലേക്കും ഇത് എത്തപ്പെടും എന്നുള്ളതാണ്. 2016-17 ഞാൻ ഈ ഒരു ആത്മശക്തിയുടെ വലിപ്പത്തെക്കുറിച്ചും ആത്മനിറവിൻ്റെ അനുഭവത്തെക്കുറിച്ചുമൊക്കെ അധികമായി കേൾക്കുന്നതും മനസ്സിലാക്കുന്നത്. അതിനുശേഷം ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നമ്മൾ വഴി തേടി പോവുകയല്ല, നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കുകയല്ല. ഇന്നത്തെ കാലത്ത് എവിടെങ്കിലും ഒരു സ്റ്റേജ് കിട്ടാൻ, എവിടെങ്കിലും ഒരു വേദി കിട്ടാൻ വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ്. കസേര ഉറപ്പിക്കാൻ പരിശ്രമിക്കുകയാണ്. നമ്മളൊന്നും ഉറപ്പിക്കേണ്ട, വേദികൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ട. നമ്മൾ ദൈവകരങ്ങളിൽ യഥാർത്ഥമായി ഒരുക്കപ്പെട്ടാൽ നമ്മളെ കൃത്യമായ സ്ഥലത്ത് കർത്താവ് നമ്മളെ പ്ലേസ് ചെയ്യും. ദൈവത്തിന് സ്തോത്രം. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.